എത്ര കഴിച്ചാലും മതി വരാത്ത വെറൈറ്റി സ്നാക്കിൻ്റെ ബാക്കി വീഡിയോ ആണ്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് മൈദ തൂക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. കുറച്ച് മാവ് എടുക്കുക, എന്നിട്ട് ഉരുക്കിയതിന് ശേഷം ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദ കയ്യിൽ ആക്കി കൊടുത്താൽ മതി. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള മാവല്ല നമുക്ക് വേണ്ടത്, ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടുള്ളത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അല്പം മൈദ തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കവർ ചെയ്ത് മാറ്റി വെക്കാം. ഒന്നിക്കിൽ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തിൻ്റെ ഉള്ളിൽ, ഞാനിത് ഓവൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കണ്ട കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഞാൻ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായി എടുത്തിട്ട് ഇതാ ഇതുപോലെ ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 15 ബണ്ണ് റെഡിയാക്കേണ്ട ഇതാണ് കേട്ടോ. കിട്ടീന് 2.5 കപ്പ് മാവ് കൊണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഓരോ ബണ്ണ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം റെഡിയാക്കിയത് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് ഇങ്ങനെ പൊങ്ങി വരും. ഒരു 5-10 മിനിറ്റെല്ലാം വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ആദ്യം നമ്മൾ വെച്ചത് ആ ഒരു ടൈം ആവുമല്ലോ ബാക്കിയുള്ളത് റെഡിയാക്കുമ്പോഴത്തേക്ക്, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് മുകൾ ഭാഗം റെഡിയാവും, ഉള്ളു ബന്ധ് കിട്ടില്ല. അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കിളി വന്നിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെയാണ്, എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ വന്ന് ഇടങ്ങാറാക്കി കൊണ്ടിരിക്കും. ഞാൻ കിച്ചൻ്റെ ഡോർ അടിച്ചിട്ടാണ് കുക്ക് ചെയ്യലൊക്കെ. പക്ഷേങ്കിലും മക്കൾ ആരെങ്കിലും തുറന്നിട്ട് അപ്പോഴും അവരിങ്ങോട്ട് എത്തും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പുറത്താക്കിയിട്ട് ഡോർ അടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട നല്ല സോഫ്റ്റാണ്. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയതിന് ശേഷം ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഇനി കട്ട് ചെയ്തതിൻ്റെ ഒക്കെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു ചില്ലി ചിക്കൻ ഫില്ലിങ് ഉണ്ടല്ലോ, അത് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ സോസെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ സോസ് ഒഴിച്ചിട്ട് കഴിച്ചാലും മതി. അല്ലെങ്കിൽ അടിയിൽ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഞാൻ സോസൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ അടിപൊളി രുചിയാണ്. അതുകൊണ്ട് സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഇതുപോലെ എല്ലാത്തിലേക്കും ഫില്ലിങ് നിറച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലേക്കും ഫില്ലിങ്ങെല്ലാം നിറച്ച് ഇതുപോലെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി രുചിയിലുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.